ിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഉറങ്ങിപ്പോകും. ഇങ്ങനെയാണ് സംഭവിക്കും. ഇങ്ങനെയാണ് നമ്മൾ കണ്ട് ശീലിച്ചത്. ഇത്രയും കോൺസെൻട്രേഷനിൽ ജനിച്ച വ്യക്തികളാണ് നമ്മളെല്ലാം. നിങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നോക്കിക്കോളൂ പുതിയ ആൾക്കാർക്ക്. ഇനി ചെറുമക്കളെ കാത്തിരിക്കുക മറ്റൊന്ന് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്രയും കോൺസെൻട്രേഷൻ നമുക്ക് ബ്രെയിനിൽ വരെ ഡാമേജ് ഒന്നും ഇല്ലാതെയാണ് ജനിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കണ്ടിട്ട് പിന്നെ അങ്ങ് ആ ലെവൽ ഓഫ് റെസ്റ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങിപ്പോവുക. പിന്നെ കണ്ണുറക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ ഓർമ്മ ഉണ്ടെങ്കിൽ അത് നോക്കും. അപ്പം കണ്ണിൽ വീഴുന്ന ഏത് ഇമ്പ്രഷനും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം അതിന് അറിഞ്ഞൂടെ ഇത് ത്രെഡാണെന്നോ ഇതിങ്ങനൊരു സംഭവമാണെന്നോ ഇത് ഉരുണ്ട് താഴോട്ടിറങ്ങുന്നൊരു സാധനമാണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ആസ് മച്ച് ആസ് പോസിബിൾ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് മൊത്തത്തിൽ എടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന നമ്മളാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ വീട്ടുകാർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇത് നൂല് എന്ന് പറഞ്ഞു. നൂലാ? ഈ വണ്ടറിനെ നമ്മൾ നൂലാക്കി മാറ്റുക. ഈ പറഞ്ഞ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായി തൂങ്ങിക്കിടന്ന ഈ വസ്തുവിനെ ഉടനെ തന്നെ നൂലാക്കി മാറ്റിയിട്ട് അതിനെ ലിമിറ്റ് ചെയ്ത് അതിൻ്റെ സ്കോപ്പും പോയി, അതിൻ്റെ സൗന്ദര്യവും പോയി, അതിൻ്റെ സുഖവും പോയി, എല്ലാം പോയി. അടുത്ത പ്രാവശ്യം ഇത് കാണുമ്പോൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നൂല് പോയതെന്താ? അതുകൊണ്ടാണ് ഈ പഠിക്കാൻ പ്രയാസം. നേരത്തെ ഉള്ള സാധനം എടുത്ത് വെച്ചില്ലേ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. പിന്നെ അതുമായിട്ട് കൊള്ളുമെങ്കിൽ മനസ്സിലാകും, അതുമായിട്ട് കൊണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ല. ഇങ്ങനെ മാറ്റിക്കളഞ്ഞു നമ്മൾ മാറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വ്യക്തമായി നോക്കുമ്പോൾ ആദ്യം ഒരു സ്ട്രെയിൻ ചോദ്യം അതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചാടിക്കോട്ട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്തു. സൊസൈറ്റിയിൽ ഉള്ളതാണ്, അവരാൻ കുഴപ്പം ചെയ്തതല്ല, ഇങ്ങനെയാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോഴത്തേക്കും ഒരു ഇമ്പ്രഷൻ വന്ന് വീഴുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞൂടാതെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു തരും, കല്ല്. ഓ കല്ലെന്താണെന്ന് അറിയാത്ത കൊച്ചിൻ്റെ അടുത്ത് കല്ലെന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ കൊച്ചിന് കല്ല് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. കല്ലൊന്നും മനസ്സിലാകത്തില്ല. ആ ഫാമിനെയും അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഫോമും ആ പേരും കൂടെ യോജിപ്പിക്കാൻ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് നെയിംസ് ആൻഡ് ഫോംസ് എന്ന് വായിക്കില്ലേ വേദാന്ത പുസ്തകത്തിൽ. അതിതാ, ഈ നെയിംസ് ആൻഡ് ഫോംസ് വിട്ടിട്ട് കാണാനാണ് ഇത് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് വന്നാൽ നമ്മളത് കാണത്തില്ല, അവിടെ വെച്ച് കോംപ്രിഹെൻഷൻ നിൽക്കും. പിന്നെ പഴയ പാസ്റ്റ് എടുത്ത് അതിൻ്റെ കൂടെ കൊണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നൂല് തൂങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലായി. അതിനാരാണ് നൂലൊന്നും അല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത് നൂലാണോ എന്താണോ ആർക്കറിയാം, ആർക്കും അറിഞ്ഞില്ല. ഒരു വണ്ടറാണ്. ഈ വണ്ടറാണ് ലൈഫിൻ്റെ വണ്ടർ എന്ന് പറയുന്നത്. ഈ വണ്ടർ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന്. അതാണ് ഫ്രഷായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഫ്രഷായിട്ട് കാണണമെന്ന് ചില അപ്പൂപ്പന്മാർ പറയല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൂലിനെ മാറ്റിയിട്ട് ഇതിനെ കാണാൻ, ഇതിൻ്റെ ഫോമിനെ മാറ്റിയിട്ട് ഇത് എന്താണെന്ന് കാണാം. അതാണ് ക്ലിയർ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ സ്പിരിച്വാലിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്ന ഇതാണ്. ഈ ക്ലിയർ പെർസെപ്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ പെർസെപ്ഷൻ അൺകണ്ടാമിനേറ്റഡ് ബൈ ദ പാസ്റ്റ് മെമ്മറി. അങ്ങനെ കാണുമ്പോഴാണ് ഈ പ്യുവർ പെർസെപ്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ പ്യുവർ പെർസെപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത് നിറയുന്നത്. ഫുള്ളി ഫോക്കസ്ഡാണ്. കാരണം മനസ്സിലാക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലാകും. ഒന്നും അറിഞ്ഞൂടെ, പേരില്ല, ഫോമില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഇത് മാത്രമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമായിട്ട് മാറും. പാസ്റ്റില്ല. പാസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമമില്ല, അല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ മനസ്സിലാക്കലുമായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ഇറങ്ങിയത്. ഈ മനസ്സിലാക്കലിനെയാണ് നമ്മൾ സ്പിരിച്വൽ മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ഇനി നമുക്കത് റിവൈവ് ചെയ്തേ പറ്റത്തൂ. നഷ്ടപ്പെട്ടു പോയതാണ്. ചിത്രം അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നോക്കണം. വേറെ മാർഗമൊന്നുമില്ല, പറഞ്ഞു തന്നെ പറ്റൂ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ സൂപ്പാക്കി എടുക്കും. പിന്നെ അവർ തനിച്ച് ആ സൂപ്പ് മാറ്റിയാണ് അത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ. അങ്ങനെ ചെയ്യാൻ ഒക്കില്ലല്ലോ. ഒക്കില്ല നമ്മൾ വിചാരിക്കുന്നു. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് വലിയ ടെൻഷനാണ്. പെട്ടെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞങ്ങ് മനസ്സിലാക്കി കൊടുക്കും.
ഇങ്ങനെ ഇഴഞ്ഞ് നടന്നിട്ട് ഒരു ഈച്ചയൊക്കെ തല്ലി കൊന്ന് ഒരു എറുമ്പിനെയൊക്കെ അടിച്ച് കൊന്നിട്ട് അതിങ്ങനെയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എറുമ്പ് കൈ ചീത്തയാക്കാതെ എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചാമുണ്ടല്ലോ, ലിവിങ്ങിൻ്റെ ചാം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ ഓരോ മുഹൂർത്തത്തിലൂടെ അറിയുന്നത്. ഇതുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ സൗഖ്യമില്ലാതെ പോകും. എല്ലാം കിട്ടിയ ഉടനെ നമ്മൾ റാഷണലായിട്ട് ഇത് മനസ്സിലാക്കണം, ക്ലാസ്സിനടുത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്, ഞാൻ മോശമാണെന്ന് പറയില്ല, നല്ലതാണ്. അങ്ങനെ വന്ന് നമ്മൾ പിരിമുറുകി മനസ്സിലാകാതെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ മാറി നോക്കും, അപ്പോഴേ മാറി നോക്കുള്ളൂ. പക്ഷേ മറ്റേത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം പ്രകൃതിയിൽ നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ചെയ്യേണ്ടിയുള്ളതായി നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ശാസ്ത്രം അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ശാസ്ത്രം നമ്മുടെ ലൈഫിനെ നല്ലതായിട്ട് മോശമാക്കിയിട്ടും മാറ്റാം. ആറ്റം ബോംബ് ഉണ്ടാക്കാം, അത് അങ്ങനെ അതും ചെയ്യാം. നമ്മൾ ഈ കംപ്ലീറ്റായിട്ട് റിലൈ ചെയ്യുന്ന ഈ ശാസ്ത്രം നമുക്ക് ആറ്റം ബോംബ് കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അണുക്കളെയെല്ലാം മാറ്റിയിട്ട് നമ്മളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യും. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ യൂസ്ലെസ് ആയിട്ടുള്ള പരിപാടിയിൽ ഇറങ്ങിയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രയോജനമില്ല, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. ഈ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അയ്യോ ഇയാൾ വട്ടായി പോയി, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കോഴി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അയാൾക്ക് ഒരു കോഴിയെ കണ്ട് ആ ഒരു ഓടയ്ക്കകത്തൊരു കോഴി ഇരിക്കും. ആഫീസിൽ പോകുന്ന വഴിയാണ്, അവിടെ നിന്നിട്ട് ആ കോഴിയെ നോക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് ആ കോഴിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ അവിടെ നിന്നിട്ട് കോഴിയെ നോക്കും. അപ്പം ഞാൻ ഇങ്ങനെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് മിണ്ടാതെ കുറച്ച് നേരം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ കോഴിയെ നോക്കി മനസ്സിലായി, നിനക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് നോക്കുന്നത്? ഇത് ആ നിൽക്കുന്ന കോഴി നിൽക്കുന്ന രീതി ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത അറിയാൻ വേണ്ടി അവിടെ നിന്ന് കോഴിയെ കാണാം. അതെന്നറിയാം, ചന്ദ്ര സാർ പ്രത്യേക വ്യക്തിയാണ്. എല്ലാം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നിന്നിട്ട് അതിനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അതിനകത്ത് പാസ്റ്റ് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സാറ്.